ആറന്മുളയിലേക്കാണ്. അവിടെ വള്ളസദ്യയുടെ ചടങ്ങുകൾക്ക് അല്പസമയത്തിനകം ഔദ്യോഗികമായ തുടക്കമാകും. ഇപ്പോൾ മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തെല്ലാമാണ്? പ്രജിത്ത്, വിവിധ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഇപ്പോൾ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഴിപാടുകാർ ഈ പള്ളിയോടങ്ങളെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന, വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോട് ആനയിക്കുന്ന ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്ര കൊടിമര ചുവട്ടിൽ ഈ വള്ളസദ്യയുടെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം കെ മുരളീധരൻ ദേവസ്വം മന്ത്രി നിർവഹിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഈ 10 കരകൾക്കാണ് ഇന്ന് പള്ളിയോട് വഴിപാട്, വള്ളസദ്യയ്ക്ക് വഴിപാടുള്ളത്. ഈ 10 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഓരോന്നായി ക്ഷേത്രക്കടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 10 കരകളിൽ നിന്നും വഴിപാട് സമർപ്പിച്ചിരിക്കുന്നവർ ഈ പള്ളിയോടങ്ങളെ വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ, താലപ്പൊലിയുടെയും വഞ്ചിപ്പാട്ടിൻ്റെയും ഒക്കെ അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണ് ഈ ചടങ്ങ്. അതിനോട് മുന്നോടിയായിട്ടുള്ള നിറപറ നിറയ്ക്കുന്ന ചടങ്ങ് രാവിലെ വഴിപാടുകാർ നടത്തി. അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 പള്ളിയോട കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ഇപ്പോൾ ക്ഷേത്ര കടവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി, താലപ്പൊലിയുടെയും ഒക്കെ അകമ്പടിയോടുകൂടി 10 കരകളിൽ നിന്നും ഓരോ വഴിപാടുകാർ വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന കരകളിൽ നിന്നുള്ള ആ പള്ളിയോടങ്ങൾ ക്ഷേത്ര കടവിലേക്ക്, പമ്പാ നദിയിൽ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തുമ്പോൾ വഴിപാടുകാർ സ്വീകരിച്ച് ഓരോ വള്ളങ്ങളെയും പള്ളിയോടങ്ങളെയും ഘട്ടം ഘട്ടമായി സ്വീകരിച്ച് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ച് വഞ്ചിപ്പാട്ടിൻ്റെയും ഒക്കെ താളത്തിൽ അകമ്പടിയോടുകൂടിയാണ് ഓരോ പള്ളിയോടങ്ങളെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിച്ച് കൊണ്ടുപോകുന്നത്. ആ ചടങ്ങാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പള്ളിയോടക്കരകളിൽ നിന്നുള്ള വഴിപാടുകാർ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത വഴിപാടുകാർ ആ പള്ളിയോടങ്ങൾ, തങ്ങളുടെ വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന ഏത് പള്ളിയോടങ്ങളാണോ ആ പള്ളിയോടങ്ങൾ വരുന്നത് വരെ കാത്തിരുന്നുകൊണ്ട് അവരെ അകമ്പടി സേവിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കീഴ്ച്ചേരിമേൽ, തെക്കേമുറി, കോടിയാട്ടുകര, തോട്ടപ്പുഴശ്ശേരി, മല്ലപ്പുഴശ്ശേരി, പൂവത്തൂർ പടിഞ്ഞാറ്, തെക്കേമുറി കിഴക്ക്, മേലുകര, ഇടശ്ശേരിമല, ചെറുകോൽ എന്നിങ്ങനെ 10 പള്ളിയോടങ്ങളാണ് ഇന്ന് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത്. വഴിപാട് ഉള്ളത് 10 വള്ളങ്ങൾക്കാണ്. ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിലെ കടാവിളക്കിൽ നിന്ന് മേൽശാന്തി പള്ളിയോട സേവാസംഘം ഭാരവാഹികൾക്ക് കൊടിമര ചുവട്ടിൽ ദീപം കൈമാറുന്നതോടുകൂടിയാണ് വള്ളസദ്യയ്ക്ക് തുടക്കമാവുക. തുടർന്ന് ആനക്കൊട്ടിലിൽ ദീപം കൊളുത്തി ഇലയിൽ വിഭവങ്ങൾ വിളമ്പുന്നതോടെ വള്ളസദ്യയ്ക്ക് തുടക്കമാകും. 56 ദിവസം നീണ്ടു നിൽക്കുന്ന വള്ളസദ്യയ്ക്ക് ആചാരപ്പെരുമയും വിശ്വാസ പാരമ്പര്യവും എല്ലാം അധിഷ്ഠിതമായിട്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആറന്മുള വള്ളസദ്യയ്ക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ തുടക്കമാകും. അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും കൊടിമര ചുവട്ടിൽ തയ്യാറായിട്ടുണ്ട്. സദ്യാലയങ്ങളിലും എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. പള്ളിയോടക്കരകൾ 10 കരകളിൽ നിന്നുള്ള ഇന്ന് വഴിപാട് സമർപ്പണമുള്ള വിവിധ കരകളിൽ നിന്നുള്ള പള്ളിയോട സംഘങ്ങളും ഇപ്പോൾ ക്ഷേത്ര കടവിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അവരെ വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയോടെ, താലപ്പൊലിയുടെ അകമ്പടിയോടെ, ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ വഴിപാടുകാർ സ്വീകരിച്ചാനയിച്ച് ക്ഷേത്ര തിരുമുറ്റത്തേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷമുള്ള ചടങ്ങുകൾ സദ്യാലയത്തിലാണ് നടക്കുന്നത്. വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തോടുകൂടി ആചാരപരമായി തന്നെ ഓരോ പള്ളിയോടക്കരകളെയും ഇപ്പോൾ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ച് ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ വഞ്ചിപ്പാട്ടിൻ്റെയൊക്കെ ഈണത്തോടുകൂടി തന്നെ വരവേൽക്കുന്ന ആ കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ് കാണുന്നത്. ആചാര അനുഷ്ഠാനപരമായി നൂറ്റാണ്ടുകളായി പിന്തുടർന്നു പോരുന്ന ആ ആചാര അനുഷ്ഠാനം ഓരോ പള്ളിയോടങ്ങളിലും ഭഗവാൻ ഉണ്ട്. ഭഗവാനും ഈ സദ്യയിൽ പങ്കെടുക്കുന്നു. ഓരോ പള്ളിയോടങ്ങളും ഓരോ സദ്യവട്ടങ്ങൾ, ഓരോ വിഭവങ്ങൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ ചോദിച്ച് പാടുമ്പോൾ ആ വിഭവങ്ങൾ ആ ഇലയിൽ എത്തുന്നതെല്ലാം ആചാരപരമായും അനുഷ്ഠാനപരമായും ഒക്കെ ഏറെ വ്യത്യസ്തതകൾ, ഏറെ സവിശേഷതകൾ ഉള്ള ആറന്മുള തിരുസന്നിധിയിൽ, പാർത്ഥസാരഥിയുടെ സന്നിധിയിലെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പള്ളിയോടക്കരകളിലെത്തുന്ന പള്ളിയോടങ്ങളെ വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടുകൂടി പള്ളിയോടക്കര അംഗങ്ങളെ പള്ളിയോടങ്ങളിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ, വഞ്ചിപ്പാട്ടിൻ്റെ ആവേശത്തിൽ പള്ളിയോടങ്ങളിൽ ആറന്മുള തിരുസന്നിധിയിലേക്ക്, ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തിയ പള്ളിയോടക്കരകളെ വഴിപാടുകാർ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്ന, ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ആ ദൃശ്യങ്ങളാണ് ഈ ആറന്മുള വള്ളസദ്യയിൽ ഏറ്റവും പരിപാവനമായിട്ടുള്ള, ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്.
പ്രജിത്തെ ഏറെ വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആറന്മുള വള്ളസദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് വഴിപാടുകാർ പള്ളിയോടക്കരകളെ വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന പള്ളിയോടക്കരകളെ ആറന്മുള ക്ഷേത്രക്കടവിൽ നിന്നും പള്ളിയോടങ്ങളിൽ ആ പള്ളിയോടക്കരകൾ എത്തുമ്പോൾ ഭഗവാന്റെ സാന്നിധ്യത്തിൽ പള്ളിയോടങ്ങളിൽ എത്തുമ്പോൾ ആ പള്ളിയോടക്കരക്കാരെ വഴിപാടുകാർ സ്വീകരിച്ചാനയിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്ന വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടിയോടെ താലപ്പൊലിയുടെ അകമ്പടിയോടെ ഒക്കെ ആ പള്ളിയോടങ്ങളെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കുന്ന ആ ഏറെ വിശിഷ്ടമായിട്ടുള്ള വള്ളസദ്യയിൽ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങിനാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ കരകളിൽ നിന്നുള്ള പള്ളിയോടക്കരക്കാരെ നേർച്ച വഴിപാട് സമർപ്പിച്ചിരിക്കുന്ന ആ വഴിപാടുകാർ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള കെടാവിളക്കിൽ നിന്നുള്ള ദീപം പള്ളിയോട സേവാ സംഘത്തിന് ഭാരവാഹികൾക്ക് മേൽശാന്തി പകരുന്നതോടെ കൈമാറുന്നതോടെ വള്ളസദ്യയ്ക്ക് തുടക്കമാകും. സദ്യാലയങ്ങളിൽ സദ്യ വിളമ്പി തുടങ്ങും. അങ്ങനെ ഏറെ വിശിഷ്ടമായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആറന്മുളയുടെ ആ പുണ്യ പരിപാവനമായിട്ടുള്ള മണ്ണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആ ചടങ്ങുകൾ ഇപ്പോൾ ആറന്മുളയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയോട കരകളെ ക്ഷേത്ര സന്നിധിയിലേക്ക് വഴിപാടുകാർ സ്വീകരിച്ചാനയിക്കുന്ന ആ ചടങ്ങാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സന്നിധിയിലേക്ക് പള്ളിയോടക്കരക്കാർ പള്ളിയോടങ്ങളിൽ വന്നിറങ്ങി ക്ഷേത്രക്കടവിൽ വന്നിറങ്ങി വഞ്ചിപ്പാട്ടിൻ്റെ ഈരടിയോടുകൂടി ക്ഷേത്ര സന്നിധിയിലേക്ക് ആറന്മുള അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ചടങ്ങാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജിത്ത്. ഓക്കെ മിഥുൻ, എന്തായാലും അവിടെ നമ്മൾ ആദ്യം തന്നെ ഈ പറയുന്ന പള്ളിയോടക്കരക്കാർ അവർ കടവിലെത്തുന്നു, പിന്നാലെ അവർക്ക് അവിടെ സ്വീകരണം ലഭിക്കുന്നു. തൊട്ടു പിന്നാലെ ആ വഞ്ചിപ്പാട്ടിൻ്റെ ഇരടികൾ കേൾക്കുമ്പോഴേക്കും ഏത് തരത്തിലുള്ളൊരു ആവേശത്തിലേക്കാണ് ഈ മേഖല മുഴുവൻ പോകുന്നത്, ആറന്മുള മുഴുവൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകാൻ കഴിയും. എന്തായാലും ഇപ്പോഴും അവിടെ ആ വഞ്ചിപ്പാട്ടിൻ്റെ അവിടെ തത്സമയം അവർ പാടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കാൻ കഴിയും. മിഥുൻ, നമുക്കത് തത്സമയം നമ്മുടെ പ്രേക്ഷകർക്ക് കേൾപ്പിക്കാമെന്ന് കരുതുന്നു. മിഥുൻ. തീർച്ചയായും ഭഗവാന്റെ അവതാരം ഭദ്ര സ്വാമിയോ ഭദ്ര സ്വാമിയോ ശ്രീപരമേശ്വരനെയോ സ്വാമിയെയും ശ്രീപരമേശ്വരനെയോ സ്വാമിയെയും പരമേശ്വരനെയും ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ ഗണപതി ഭഗവാനെ കൈവണങ്ങുന്നേ ഗണപതി ഭഗവാനെ കൈവണങ്ങുന്നേ കാണാൻ ഞാൻ
Thank you.